അപ്പോൾ പിള്ളേരെ ഇങ്ങനെ മഴയും വെയിലും കൊള്ളിച്ച് നടക്കാൻ നിനക്ക് നാണമില്ലടി എന്ന് ചോദിച്ച അമ്മായിമാരെയും അമ്മാവന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പക്ഷെ നേരത്തെ തിരിച്ചു പോന്നു കേട്ടോ. വൈകിട്ട് വരെ നിൽക്കാൻ പറ്റിയില്ല. അത് ഈ പറയുന്നവരെ പേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, വേറെ ചെറിയൊരു പണി കിട്ടി, അതുകൊണ്ടാണ്. അപ്പോൾ സ്കൂൾ ലീവാണ്, ഇപ്പം നമുക്ക് വേറൊരു പരിപാടി ഇല്ലല്ലോ മീൻപിടുത്തം അല്ലാതെ. അപ്പോൾ ഇന്ന് എന്താ ലീവായേ? ഇന്ന് ലീവായ എന്താണെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുജയന്തി, അപ്പോൾ ലീവല്ലേ. അപ്പോൾ രാവിലെ തൊട്ടേ ഞങ്ങൾ ഫ്രീ ആണ്, അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഫസ്റ്റ് ഒരു വട്ടം പോയപ്പോൾ പിന്നെ ഡെയിലി ഇങ്ങോട്ട് പോകാനാണ് മക്കൾ പറയുന്നത്. മീൻ കിട്ടിയെന്നൊരു വിളി കേട്ട് ഓടിച്ചത് നോക്കിയതാണ്. കയ്യിൽ നിന്ന് ആദ്യം താഴെ പോയിട്ടാ. എനിക്ക് പേടിയാണ് പിടിക്കാൻ. ഇപ്പോഴാണ് ഇവരെ കുറച്ച് ധൈര്യം തന്ന് ഇങ്ങനെ കയ്യിലൊക്കെ എടുത്ത് വെക്കാൻ പഠിച്ചത്. അത് പറഞ്ഞത് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ഇവിടെ വേറെ ആൾക്കും കൂടെ മീൻ കിട്ടി. അതിൻ്റെ ചാട്ടം കണ്ടപ്പോൾ തന്നെ ഞാൻ ഓടി. പിന്നെ ഇത് വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് അടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് വെക്കാൻ ചെന്നപ്പോഴേ ആദ്യം പറഞ്ഞു അത് പെടച്ച അമ്മ എണീറ്റ് ഓടരുത് കേട്ടോന്ന്. പക്ഷേ നല്ല കുട്ടിയായിട്ട് അത് അനങ്ങാതിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ എടുത്തു. മാഡം നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇവരുടെ ചൂണ്ടയിടൽ കണ്ടപ്പോൾ തന്നെ ഇത് ഇങ്ങനെയൊന്നും അല്ലടാന്ന് ഞങ്ങളോട് കുറേ ആൾ പറഞ്ഞു കേട്ടോ. പക്ഷേ ഇവർക്ക് മീൻ കിട്ടി തുടങ്ങിയപ്പോഴാണ് ഇനി ചൂണ്ടയുടെ കുഴപ്പമാണോ അതോ പുഴയുടെ കുഴപ്പമാണോ ഇനി ഇവർ തന്നെ കുഴപ്പമാണോ എന്നറിയില്ല, എങ്ങനെ ഇട്ടാലും മീൻ കിട്ടും എന്നൊരു തെറ്റിദ്ധാരണ ഞങ്ങളിൽ പടർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചിലപ്പോൾ ഈ പുഴയിൽ നിറച്ച് മീനായതുകൊണ്ടും വല്ല ഫാമിലി പ്രോബ്ലംസ് കൊണ്ട് ആത്മഹത്യ ചെയ്യാനെങ്ങാനും നടക്കുന്ന മീനെങ്ങാനും ചാടിക്കയറി കൊത്തുവാണോ എന്നും അറിയില്ല കേട്ടോ. സംഭവം രാവിലെ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം വെയിലുണ്ട്. വെയിൽ കൊള്ളാതെ ഇങ്ങോട്ട് വന്ന് നിൽക്കണം എന്ന് ആദിക്കുട്ടിനോട് ഞാൻ കുറേ നേരമായിട്ട് പറയാണ്. ആൽവിയും തുമ്പിയും നിൽക്കുന്ന സ്ഥലത്ത് കുറേ മരങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചുണ്ട്, അതുകൊണ്ട് അതിന് ചുവട്ടിൽ വെയിലടിക്കുന്നില്ല. ആദിക്കുട്ടിനോട് എത്ര പറഞ്ഞിട്ടും ആദിക്കുട്ടിന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. വെയിൽ കൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മൾ മീൻ പിടിക്കാനാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടുന്നത് ഒരു 4 മണിക്ക് ശേഷമാണ് കേട്ടോ. അതുകൊണ്ട് വെയിൽ നമുക്കങ്ങനെ ബാധിക്കാറില്ല. അധികവും നമ്മൾ മഴയത്താണ് കുടുങ്ങാറുള്ളത്. ഇന്നിങ്ങനെ വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ പണി കിട്ടിയെന്ന്. അതുകൊണ്ടാണ് നമുക്ക് വൈകുന്നേരം വരാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ടാണ് നമ്മളിന്ന് രാവിലെ വന്നിട്ടുള്ളത്. അപ്പം അവിടെ നിന്ന് മാറി തുമ്പി, ഇവിടെ ഒരുപാട് മീനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് തുമ്പിയും ആദ്യം കൂടെ അവിടെ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് വന്നത്. വന്നപ്പോൾ തന്നെ നമുക്ക് കുറച്ച് മീനിനൊക്കെ കിട്ടിയെങ്കിലും പിന്നെ എനിക്ക് തോന്നുന്നു മീൻ വിചാരിച്ച് ഇവരങ്ങനെ ഇപ്പോൾ പിടിച്ചിട്ട് പോട്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ കുറേ നേരം നിന്നിട്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ നേരം ബോറടിച്ചപ്പോൾ ഞാൻ ആ പുഴയുടെ സൈഡിലേക്ക് പോയി. പുഴയുടെ അടുത്തൊക്കെ ഒന്ന് പോയി എന്നൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റും കുപ്പിയും അതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതൊഴിച്ച് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അവിടെ ഒരു ചേട്ടൻ കൈകുപ്പൊക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ചേട്ടനാണ് കേട്ടോ. പുഴയുടെ നടുക്ക് ആ പൊട്ടുപോലെ കാണുന്ന 2 തലയാണ്, 2 അല്ല 3 പേര്, 3 തലയാണ് കേട്ടോ കാണുന്നത്. അവരിരുന്ന് വാരാൻ പോയതാണ്. അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ പാലത്തിൻ്റെ അടിയിൽ തുമ്പി ഇവിടുന്ന് മീൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് തുമ്പി താഴെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒട്ടും വെള്ളമില്ല, നമ്മൾ നടന്ന് മുട്ടിന് താഴെ വെള്ളമേ ഉള്ളൂ. നമുക്ക് നടന്ന് പുഴയിലേക്ക് പോവാം കേട്ടോ. പിന്നെ അവർ നിൽക്കുന്നത് പുഴേൻ്റെ നടുക്കാണ്. അപ്പം അവരും കഴുത്ത് വരെയുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് പേടിയായതുകൊണ്ട് നമ്മൾ പുഴയിൽ ഇറങ്ങി കളിയില്ല കേട്ടോ. മീൻ പിടിക്കാൻ മാത്രമേ വരുള്ളൂ. നമുക്ക് നമ്മുടെ തോടും വയലൊക്കെ പറ്റുള്ളൂ എന്നേ. അങ്ങനെ നമ്മൾ വീണ്ടും കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ഞാൻ പറഞ്ഞതിൻ്റെ ചെറിയൊരു അവശിഷ്ടങ്ങളൊക്കെ കണ്ടോ ഇവിടെ, കുപ്പി, ഫുഡിൻ്റെ വേസ്റ്റ്, ഇങ്ങനെ രാത്രി വരുന്ന ആരൊക്കെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് ഇത് മുഴുവൻ കൊണ്ടുചെന്ന് വിടുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ആദിക്കുട്ടന് വീണ്ടും ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത്. അപ്പം ഇപ്പം എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അത് കയ്യും താഴെ പോയി. പേടിച്ചാൽ എനിക്കറിയില്ല, എനിക്കെന്തോ പേടിയാണ് കേട്ടോ. അതിന് ആദിക്കുട്ടൻ എന്നെ ചീത്ത പറയുകയാണ്. അപ്പം നേരത്തെ ആദ്യം പിടിച്ചതൊക്കെ മീൻ ഇത് കവറിലിട്ട് വെച്ചേക്കാണ്. ഇത് കവറിൽ നിന്ന് വമ്പൻ ചാട്ടമായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇത് താഴെ വെക്കാണ്ട് ഒരു മരത്തിൻ്റെ മുകളിൽ കെട്ടി തൂക്കി ഇട്ടേക്കായിരുന്നു. ഇത് ചാടി ഈ കവറിൽ വെള്ളം നിറച്ച് ആദ്യക്കുട്ടിന് സങ്കടമാണ്, ഇത് ചത്തുപോകും വെള്ളം നിറയ്ക്കണമെന്ന് പറഞ്ഞിട്ട്. ഇത് ചാടി പുറത്ത് പോകാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഇതിൻ്റെ മുള്ള് കുത്തി കവർ മൊത്തം ഓട്ടയായിട്ട് വെള്ളം കുറഞ്ഞ് പോവുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ താഴെ വന്ന് ഈ പുഴയിൽ ചേട്ടന്മാർ ഇരുന്നുവാരോ മീൻ പിടിക്കുക, ഇവരുടേതായ എന്തൊക്കെയോ മീൻപിടുത്തങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അവർ കയറി വരണമെങ്കിൽ തന്നെ വൈകുന്നേരം ആവും. അതുകൊണ്ട് മീൻ ഞങ്ങൾക്ക് കാണാൻ കിട്ടിയില്ല.
അവിടെ നിന്ന് പിന്നെ ബോറടിച്ചപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. ഇവിടെ 2 കല്ലെടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. ഈ പണി കിട്ടിയതിലൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം, എന്താണ് ഞങ്ങൾ വൈകുന്നേരം വരെ നിൽക്കാൻ പറ്റാഞ്ഞെന്ന്. ഈ കല്ലെടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞങ്ങൾ അറിയാതെയാണ് കേട്ടോ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 4 പേര് മാത്രമാണ്. എന്നും ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ നിങ്ങൾ കാണാറുണ്ടാവും, പാലത്തിൻ്റെ അടുത്ത് ഒരുപാട് പേര് മീൻ പിടിക്കാൻ ഇരിക്കാറുണ്ട്. വൈകുന്നേരം ആയാൽ എന്നും ആളുണ്ടാവും കേട്ടോ. സൺഡേ ആവണമെന്നൊന്നുമില്ല, ഇവിടെ എപ്പോഴും മീൻ പിടിക്കാൻ ആൾ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാറില്ല. എന്താ വെച്ചാൽ അവിടെ പ്രോ ആൾക്കാരാണ് വരുന്നത്. അവിടെ പോയിട്ട് നമ്മളിങ്ങനെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകാറില്ല. അപ്പോൾ ഇന്ന് അപ്പുറത്തെ കരയിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അവിടെ പോകാമെന്ന്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് വൈകുന്നേരം വരെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ ഒരു പുലി ഇറങ്ങി എന്ന് പറഞ്ഞൊരു ഫേക്ക് ന്യൂസ് വന്നു ഒരു 5-6 ദിവസം മുന്നേ. അങ്ങനെ അവിടെ നിന്ന് അത്തോളി ഒരു വീട്ടിലാണ്. അവിടെ ഫോറസ്റ്റുകാരൊക്കെ വന്ന് പോലീസുകാരൊക്കെ വന്ന് പരിശോധിച്ച സമയത്ത് അത് പുലിയല്ല, കോക്കാമ്പൂച്ചയാണ്, അത് കാട്ടുപൂച്ച എന്ന് പറയും, ആ സാധനമാണ്, അത് കണ്ട് തെറ്റിദ്ധരിച്ചതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ വീണ്ടും ഞങ്ങളുടെ തൊട്ടടുത്ത്, ഞങ്ങൾ കൂമള്ളിയാണ്, പുത്തഞ്ചേരി 2-3 സ്റ്റോപ്പ് അപ്പുറത്ത് ഒരു വീട്ടിൽ ഒരു ചെറിയ മോൻ രാത്രി പുറത്തിറങ്ങിയ സമയത്ത്, ചെറിയ മോനല്ല 10-16 വയസ്സുള്ള ഒരു മോൻ പുറത്തിറങ്ങിയ സമയത്ത് പുലിയെ കണ്ടെന്ന് പറഞ്ഞ് ഓടി അകത്ത് ഒരു വാതിലടച്ചു. എന്നിട്ട് അവൻ്റെ ക്യാമറയിൽ, അവൻ്റെ ഫോണിലൊരു ഫോട്ടോ എടുത്തപ്പോൾ കറക്റ്റ് പുലിയുടെ അതേ പിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഫേക്കാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോറസ്റ്റുകാരും പോലീസുകാരൊക്കെ വന്ന് അതിൻ്റെ കാൽപാദം അങ്ങനെയൊക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കുമല്ലോ. അങ്ങനെ നോക്കിയ സമയത്ത് ശരിയാണ്, പുലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോട് 6 മണിക്ക് ശേഷം അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുതെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വൈകുന്നേരത്തെ ഈ മീൻപിടുത്തം നടക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രാവിലെ വന്നത്. ഇതൊന്നുമല്ല, ഇവിടെ വന്ന് ഞങ്ങൾ അവിടെയൊന്നും ആരെയും കണ്ടില്ല ചോദിക്കാനൊന്നും. അതുകൊണ്ട് ഞങ്ങൾ ഈ വരുന്ന സമയത്ത് സാധാ നടന്നു പോകുന്ന സ്ഥലത്ത് ആ കല്ല് കണ്ടപ്പോഴേ ഞാൻ തുമ്പീനോട് ചോദിച്ചു, ഇതെന്താ ഇവിടെ ഇങ്ങനെ നടന്നു പോകുന്ന സ്ഥലത്തൊരു കല്ല് വെച്ചിരിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, ആരെങ്കിലും എടുത്ത് ഉരുട്ടിയിട്ടായിരിക്കും എന്നൊക്കെ തുമ്പി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ പോയി. ഇവിടെ എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നേരത്തെ കാണിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥലമാണ്, 2 കരയാണിത്. അപ്പോൾ റോഡിലൂടെ നടന്ന് ചുറ്റി വന്നാൽ നമ്മൾ നേരത്തെ നിന്ന സ്ഥലമാണ് കേട്ടോ. ദാ ആ കാണുന്നത്, ആ സ്ഥലത്താണ് നമ്മൾ നേരത്തെ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥലമാണിത്. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. പാലത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയെന്ന് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങനെ ഇവിടെ നിന്നാണ് ഒരുവിധം എല്ലാവരും മീൻ പിടിക്കാറ്. അങ്ങനെ ആൽവിക്കുട്ടൻ നമ്മൾ മീൻ ബൈറ്റായിട്ട് കൊണ്ടുവന്ന ചെമ്മീൻ തീർന്നു പോയെന്ന് പറഞ്ഞിട്ട് ചെറിയ വലയായിട്ട് ചെറിയ കുഞ്ഞു ചെമ്മീനെ പിടിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ വലയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ, അവിടെ കല്ലെടുത്ത് വെച്ചതിൻ്റെ കാര്യം. കുറേ നേരം ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് 2-3 മീനിനെയൊക്കെ കിട്ടി. ഞങ്ങൾ തിരിച്ചു പോവാൻ നിൽക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ കയ്യിൽ വലിയൊരു വടിയായിട്ട് ഇതിലേ വന്നു കേട്ടോ. അപ്പം ഞങ്ങളോട് കുറച്ച് ഒച്ചത്തിൽ തന്നെ ചോദിച്ചു, നിങ്ങളോട് ആരെ ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്, മീൻ പിടിക്കാൻ വരുന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ വേഗം തിരിച്ചു പോയിക്കോ, ഇവിടെ രാവിലെ ഒരാളെ പ്രാന്ത് വന്ന കുറുക്കൻ എന്ന് പറയും, നമ്മൾ പ്രാന്ത് വന്നൊരു കുറുക്കനുണ്ടായിരുന്നു, പേവിഷബാധയുള്ള കുറുക്കനാണെന്നാണ് പറയുന്നത്. അതൊരു ചേച്ചി രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ചേച്ചീനെ ഓടിച്ചിട്ട് കടിച്ചിട്ട് ബാഗൊക്കെ കീറി, ബാഗും ഡ്രസ്സൊക്കെ കീറി കഷ്ടിച്ചാണ് ആ ചേച്ചി രക്ഷപ്പെട്ടത്. കടയിലുള്ള ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് റെഡി ആയതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ഞങ്ങളുടെ കാറ്റ് പോയി കേട്ടോ. അപ്പം തന്നെ ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിട്ടു. ആ ചേട്ടൻ പറയുന്നത് കേട്ട് അപ്പം തന്നെ അവിടുന്ന് പോന്നു. ഇതൊക്കെ അതിന് മുമ്പേ എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. പിന്നെ പകലായതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്കൊന്നും വരില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ അവിടെ നിന്ന് ഒരു 5 മിനിറ്റേ നിന്നിട്ടുള്ളൂ. ഞങ്ങളപ്പം തന്നെ തിരിച്ചു പോന്നു. ഇത് മൊത്തത്തിൽ എല്ലാ സാധനവും കൂടെ നമ്മുടെ നാട്ടിലേക്കാണോ? പുലി ഇറങ്ങി, പ്രാന്തക്കുറുക്കൻ ഇറങ്ങി, എനിക്കറിയില്ല ദൈവമേ. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഉച്ചവരെ നിൽക്കണമെന്ന് വിചാരിച്ചതാണ്. അതും കൂടെ കേട്ടപ്പം ഞങ്ങൾ ഒട്ടും നിന്നില്ല. പിന്നെ ആ ചേട്ടന്മാർ ഇരുന്ന് വാരിക്കൊണ്ട് വന്നിട്ട് കുറച്ചൊക്കെ നിലത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ഈ ഭാഗം വെക്കുമല്ലോ, 3 പേരാകുമ്പോൾ 3 ഭാഗം ആക്കുമല്ലോ. അപ്പോൾ കുറച്ച് ഇരുന്ന് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. മക്കളതൊക്കെ ഇതേ കയ്യിൽ പെറുക്കി എടുത്തിട്ടുണ്ട്. ഈ ചേട്ടനാണ് കേട്ടോ ഒന്ന്. മറ്റേ ചേട്ടന്മാർ ക്യാമറ കണ്ടപ്പോഴേ ഓടി. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ.